നമസ്കാരം. ഇന്നത്തെ മുദ്രാവാങ്മയത്തിൽ സന്താനഗോപാലത്തിലെ ബ്രാഹ്മണന്റെ ഒരു പദത്തിലെ മുദ്രകളാണ് അവതരിപ്പിക്കുന്നത്. സന്താനഗോപാലം ആട്ടക്കഥ ഒരു ബ്രാഹ്മണന്റെ ദുഃഖവും ആ ദുഃഖത്തിന് ശ്രീകൃഷ്ണ ഭഗവാൻ നൽകുന്ന ഒരു പരിഹാരവും അവതരിപ്പിക്കുന്ന കഥയാണ്. ഇതിലെ ബ്രാഹ്മണൻ ആദ്യമായി പ്രവേശിക്കുന്നിടത്ത് ഈ ഒരു പദമുണ്ട്. ആ പ്രവേശിക്കുന്നത് തന്റെ 8 കുട്ടികൾ 8 ആണ്ടിലായി ജനിച്ചു ഉടനെ മരിച്ചുപോയി. 9ാമത്തെ കുട്ടിയും ജനിച്ചു ഉടനെ മരിച്ചുപോയി. അങ്ങനെ കുട്ടികൾ മരിച്ചതിന്റെ തീവ്രമായ ദുഃഖത്തിൽ 9ാമത്തെ കുട്ടിയുടെ ശവശരീരവും എടുത്തുകൊണ്ട് ആ നാട് ഭരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ കൊട്ടാരത്തിലേക്ക് ഈ ബ്രാഹ്മണൻ വന്നു കയറുന്നതാണ് ഈ സന്ദർഭം. ബ്രാഹ്മണൻ വന്നു കയറുന്നത് 5 കിടതകഥീം താമിലൂടെയാണ്. കിടതകഥീം താം എന്ന് പറയുന്നത് കഥകളിയിലെ ഒരു വായ്ത്താരി താളമാണ്. പലപ്പോഴും പ്രവേശത്തിനും നിഷ്ക്രമണത്തിനും അതുപോലെ മറ്റു ചില ചടങ്ങുകൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന വായ്ത്താരി താളമാണ് കിടതകഥീം താം എന്നുള്ളത്. ഇവിടെ ഈ ബ്രാഹ്മണന്റെ ദുഃഖം അത് ആ ബ്രാഹ്മണൻ മുദ്രാഭിനയത്തിലൂടെ ആ ദുഃഖത്തിന്റെ സ്വഭാവം അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രവേശിക്കുന്നത്. അങ്ങനെ വളരെ വിസ്തരിച്ചുള്ള മുദ്രാഭിനയത്തിനുള്ള സന്ദർഭം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 5 കിടതകഥീം താം അവിടെ ഉപയോഗിക്കുന്നത്. വളരെ പതിഞ്ഞ കാലത്തിലുള്ള കിടതകഥീം താം, അതിനെ മുറിയ കാലത്തിൽ, അതിനേക്കാൾ മുറിയ കാലത്തിൽ, അങ്ങനെ 5 കിടതകഥീം താമാണ് ഈ ബ്രാഹ്മണന്റെ പ്രവേശത്തിനുള്ളത്. അവിടെ ബ്രാഹ്മണൻ കഷ്ടം, ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഞാൻ ഒരു പാപകർമ്മങ്ങളും ചെയ്തിട്ടില്ല, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു? ആകട്ടെ, ഈ കുട്ടിയെ ഞാൻ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ മുമ്പിൽ കൊണ്ടുപോയി കിടത്താം. അനവധി കുട്ടികളെ ഞാൻ ഇതേപോലെ ശ്രീകൃഷ്ണന്റെ അടുത്ത് കൊണ്ടുപോയി കിടത്തി, എന്നിട്ടും ഒരു ഫലം ഉണ്ടായില്ല. 9ാമത്തെ കുട്ടിയും ഇതുപോലെ മരിച്ചുപോയി. എങ്കിൽ പോലും ഈ കുട്ടിയെ ഞാൻ അദ്ദേഹത്തിന്റെ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ കൊണ്ടുപോയി കിടത്തി പോരാം എന്ന് പറഞ്ഞുകൊണ്ടാണ്, എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞ് മുദ്രാഭാഷയിലൂടെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ബ്രാഹ്മണൻ പ്രവേശിക്കുന്നത്. ആ സഭയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആ സഭയുടെ വാതിക്കൽ കുട്ടിയെ കിടത്തിക്കൊണ്ട് ഇദ്ദേഹം സഭയിലേക്ക് പ്രവേശിച്ച് അവിടെ ഇരുന്ന് അദ്ദേഹം ഉറക്കെ കരയുകയാണ്. ആ പദം ഖണ്ഡാരം രാഗത്തിൽ ചെമ്പതാളത്തിലാണ് ആ പദം ചിട്ട ചെയ്തിട്ടുള്ളത്. ഖണ്ഡാരം രാഗം എന്ന് പറയുന്നത് ഇവിടെ ദുഃഖത്തോടു കൂടി ആരംഭിക്കുന്നത് കൊണ്ട് ഇതിന് പലപ്പോഴും ദുഃഖഖണ്ഡാരം എന്ന് പറയാറുണ്ട്. ഇവിടെ ഈ പദം ഹാഹാ കരോമി കിമിഹ ആഹന്ത ദൈവമേ ഹഹാ കം ഏമി ശരണം എന്നാണ് ആരംഭിക്കുന്നത്. ഹാഹാ കഷ്ടം. ഈ കഷ്ടം എന്നുള്ള മുദ്ര എപ്പോഴും ഇടതു കൈ കൊണ്ടേ കാണിക്കുള്ളൂ. ഹാഹാ സൂചികാമുഖം മുദ്ര ഉപയോഗിക്കുന്ന ഹാഹാ കരോമി, ഞാൻ എന്ത് ചെയ്യും എന്നാണ്. കരോമി കിമിഹ, കരോമി കിം, ഞാൻ ചെയ്യുന്നത് എന്ത് എന്നാണ് അതിന്റെ അർത്ഥം. ഇതാണ് ചെയ്യുക, ഞാൻ എന്ത് ചെയ്യും എന്നാണ് കരയുന്നത്. ഇവിടെ വലതുവശത്ത് മുകുള മുദ്ര, ഇടതുവശത്ത് മുഷ്ടി. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ചെയ്യുക എന്നുള്ള മുദ്ര. ഹഹാ കരോമി കിം, എന്ത്, ഇത് അർത്ഥേതര മുദ്രയാണ്. ഹഹാ കരോമി കിം ഇഹ, ഇപ്പോൾ, ഈ ഇങ്ങനെ 9 കുട്ടികൾ മരിച്ച ഈ സന്ദർഭത്തിൽ ഞാൻ എന്ത് ചെയ്യും എന്നാണ് കരയുന്നത്. ഇവിടെ ഈ ഇഹ എന്നുള്ള മുദ്ര, പല്ലവം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഈ മുദ്ര എപ്പോഴും ഇടത് കൈ കൊണ്ട് മാത്രമേ ഈ മുദ്ര കാണിക്കുകയുള്ളൂ. കിം ഇഹ ഹാഹന്ത, ഹാഹന്ത ദൈവമേ, വീണ്ടും കരയുകയാണ്. ഹാഹന്ത ദൈവമേ, ദൈവത്തെ വിളിച്ച് കരയുകയാണ്. ദൈവമേ എന്നുള്ള മുദ്രയാണ് ഹാഹന്ത ദൈവമേ. ഹഹാ കം ഏമി ശരണം, ഹഹ ഞാൻ ആരുടെ അടുത്ത് ശരണത്തിനായി പോകും എന്നാണ് അർത്ഥം. ഹഹ കം ഏമി, ആരുടെ അടുത്തേക്ക് പോകും, എന്തിന്? ശരണത്തിനായി. ശരണത്തിനായി ഞാൻ ആരുടെ അടുത്തേക്ക് പോകും എന്നാണ്. ഹഹ വീണ്ടും ഹഹ കം, ആരുടെ അടുത്തേക്ക്, കം ഏമി പോകുന്നു, ശരണം. ഇതാണ് ശരണം എന്നുള്ള മുദ്ര. ഈ പോവുക എന്നുള്ള മുദ്രയും ശരണം എന്നുള്ള മുദ്രയും പതാക മുദ്ര കൊണ്ടാണ്. ഏമി ശരണം. ഇവിടെ ഈ ഒരു കൈ കൊണ്ട് കാണിക്കുന്ന മുദ്രയെ നമ്മൾ അസംയുത മുദ്ര എന്നാണ് പറയുന്നത്. ഈ അസംയുത മുദ്ര കാണിക്കുമ്പോൾ മറ്റേ കൈ ഒന്നുകിൽ എളിച്ചു കുത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ നീട്ടിയിടണം,
അല്ലെങ്കിൽ വളരെ ബഹുമാനപൂർവ്വം ഇങ്ങനെ പിടിക്കണം. യാദവ സഭയിൽ എത്തിയതായതുകൊണ്ട് വേണമെങ്കിൽ ബഹുമാനപൂർവ്വം ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചാലും തെറ്റില്ല. ബ്രാഹ്മണനായതുകൊണ്ട് ഇങ്ങനെ പിടിച്ചാലും തെറ്റില്ല. ഏമി ശരണം, ഇതും പതാക മുദ്രയാണ്. ശരണം ശിവശിവ. ലോകാന്തരങ്ങളിലും സുഖമില്ല നൂനമിഹ സുതരഹിത പുരുഷനും അഹോ ശിവശിവ എന്നാണ് അതിന്റെ അനുപല്ലവി. ലോകാന്തരങ്ങളിലും, ലോക അന്തരങ്ങളിലും, അതായത് ഈ ലോകത്തും മറ്റു ലോകങ്ങളിലും, അതായത് ഭൂമിയിലും സ്വർഗത്തിലും തുടങ്ങിയ ലോകങ്ങളിലും സുഖമില്ല ഭൂസുരന്. സുഖം, സുഖം ഇല്ല, ഇല്ല എന്നിങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ സുഖമില്ല എന്നിങ്ങനെയും കാണിക്കാം. സുഖമില്ല നൂനമിഹ, സുഖമില്ല നൂനം ഇഹ. ഇത് വീണ്ടും ഈ ഇടതയിൽ മാത്രമേ കാണിക്കുള്ളൂ. നൂനമിഹ സുതരഹിത പുരുഷന്, പുത്രനില്ലാത്ത ഒരു പുരുഷന് ലോകാന്തരങ്ങളിലും സുഖമില്ല എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. സുത, ഇതാണ് സുതൻ എന്നുള്ള മുദ്ര. ഇവിടെ കർത്തരി മുഖം, ഇവിടെ മുദ്രാഖ്യം പിടിച്ചിട്ട് വിടുന്നു. സുത രഹിത, കുട്ടി ഇല്ലാത്ത പുരുഷന്, ഇതാണ് പുരുഷൻ എന്നുള്ള മുദ്ര. സുതരഹിത പുരുഷന് അഹോ ശിവശിവ. യാദവ വീരന്മാരെ സാദരം കേൾപ്പിൻ, ഇത് ഖേദമപി ദുസ്സഹം മേ. ഭൂദേവ നിഷിദ്ധകർമ്മം ചെയ്തവനല്ലേതും ഞാൻ പാതകമിതോ നന്ദന ശിവശിവ എന്നാണ് അടുത്ത ഭാഗം. അതായത് ഇദ്ദേഹം യാദവ സഭയിലാണ് നിൽക്കുന്നത്. അതിനുശേഷം യാദവന്മാരെ വിളിച്ചിട്ട് പറയുകയാണ്, യാദവ വീരന്മാരെ, വീരന്മാരെ, വീണ്ടും ഇങ്ങോട്ട് യാദവ വീരന്മാരെ. രണ്ടു വശത്തും സഭയിൽ ഇങ്ങനെ യാദവന്മാരിരിക്കുകയാണ്. അപ്പൊ ഇതാണ് യാദവൻ എന്നുള്ള മുദ്ര. ഇടത് കൈയില് മുകുളം, വലത് കൈയില് യാദവ വീരൻ, ഇതാണ് വീരൻ എന്നുള്ള മുദ്ര. വീരന്മാരെ, വീരന്മാരെ, വീരന്മാരെ സാദരം, വേണ്ട പോലെ, വഴി പോലെ, ഇതാണ് സാദരം. കേൾപ്പിൻ, കേൾക്കുക, രണ്ട് കൈയിലും കർത്തരി മുഖം. കേൾപ്പിൻ, സാദരം കേൾപ്പിൻ. ഇതു, ഇതു വീണ്ടും ഇടത് കൈ, ഇടത് കൈ കൊണ്ട് മാത്രമേ കാണിക്കൂ. ഇത് ഖേദമപി ദുസ്സഹം മേ, എന്റെ ഈ ഖേദം, എന്റെ ഈ ഖേദമാകട്ടെ ദുസ്സഹമാണ്, എനിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. ദുസ്സഹം മേ, ഞാനാണെങ്കിലോ ഭൂദേവ നിഷിദ്ധ കർമ്മം ചെയ്തവനല്ലേതും ഞാൻ. ഭൂദേവ നിഷിദ്ധ, ഇതാണ് നിഷിദ്ധ. അതായത് ഭൂദേവന്മാർ ചെയ്യരുതാത്ത, ഒരു ബ്രാഹ്മണൻ ചെയ്യരുതാത്ത ചീത്ത പാപപ്രവർത്തികൾ, ദുഷ്ടപ്രവർത്തികൾ ഒന്നും ചെയ്തവനല്ല ഞാൻ. നിഷിദ്ധ, നിഷിദ്ധ കർമ്മം, ഇതാണ് കർമ്മം എന്നുള്ള മുദ്ര. കർമ്മം ചെയ്തവൻ അല്ലേ, ഞാൻ അങ്ങനെ ചെയ്തവനല്ലേ, ചെയ്തവനല്ലേ. ഏതും, രണ്ടു വശത്തും ഇരിക്കുന്നത് കൊണ്ട് ഏതും, അല്പവും, ഒരല്പം പോലും ഞാൻ ഒരു ഭൂദേവ നിഷിദ്ധമായിട്ടുള്ള കർമ്മം ചെയ്തിട്ടില്ല. പാതകം ഇതോ, ഇതാണോ എന്റെ പാപം? അതായത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നതാണോ എന്റെ പാപം? വേറെ എന്താ ഞാനൊരു പാപം ചെയ്തിരിക്കുന്നത് എന്നുള്ള അർത്ഥമാണ്. പാതകം, ഇതാണ് പാപം, പാതകം എന്നുള്ള. പാതകം ഇതോ നന്ദന, നന്ദന, കുട്ടിയെ വിളിച്ച് കരയുകയാണ്. നന്ദന ശിവശിവ, നന്ദന ശിവശിവ.
അത് കഴിഞ്ഞിട്ട് ഈ യാദവ സഭയിലേക്ക് അദ്ദേഹം ഈ കുട്ടിയെയും എടുത്തുകൊണ്ട് തന്നെ പ്രവേശിക്കുകയാണ്. കഷ്ടം ഇതു കാൺമിൻ, എന്റെ കറ്റക്കിടാവ് ഇതിഹ ദൃഷ്ടിമലശേഷ ശേതേ. കഷ്ടം, കഷ്ടം, ഇത് കുട്ടിയെ എടുത്തിട്ട് പറയാണ്, ദാ ഇത് കാണണം. ഓരോ യാദവന്മാരോടും പറയുകയാണ്, കഷ്ടം ഇത് കാണണം, ദാ ഇതൊന്ന് കാണണം, ദാ ഇങ്ങോട്ടൊന്ന് നോക്കണം, ഇത് കാൺമിൻ, കാണുക. ഇതാണ് കാണുക എന്നുള്ള മുദ്ര. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കാട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഇതാണ് കാട്ടിക്കൊടുക്കുക. മറ്റേയാളെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ദാ അങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞ് കാട്ടിക്കൊടുക്കാം. അത് തന്നെയാണ് ഇവിടെ ഈ കുട്ടിയെ പിടിച്ചിട്ട് കാട്ടിക്കൊടുക്കുക. ദാ ഇങ്ങോട്ടൊന്ന് നോക്കൂ, ദാ ഇങ്ങോട്ട് ഒന്ന് നോക്കൂ, ദാ ഇങ്ങോട്ട് ഒന്ന് നോക്കൂ. കഷ്ടം ഇത് കാൺമിൻ, കഷ്ടം ഇത് കാൺമിൻ, എന്റെ കറ്റക്കിടാവിതിഹ, എന്റെ ജനിച്ച ഉടനെയുള്ള ആ കുട്ടി, അതാണ് കറ്റക്കിടാവ്. ഇതിഹ, ദാ ഇത്, ദൃഷ്ടി മലശേഷ ശേതേ, ദൃഷ്ടി കണ്ണ്, മലച്ച്, ദൃഷ്ടിമലശേഷ ശേതേ, ദാ കിടക്കുന്നു. ഇതുപോലെ ഒരു കുട്ടിയല്ല, 2 കുട്ടിയല്ല, 3 കുട്ടിയല്ല, പിന്നെയോ 8 കുട്ടികളാണ്, 8 ബാലന്മാർ. ഇതാണ് 8 എന്നുള്ള മുദ്ര. കഥകളില് 1 എന്നിങ്ങനെ കാണിക്കും, 2, 3, 4 ഇങ്ങനെ മുളക് പിടിച്ചാൽ 5, 6, 7, ഇത് 8. ഇത് ഇങ്ങനെ കാണിച്ചാൽ 9, ഇത് 10. അപ്പോ ഇവിടെ ഇത് 8 ആണ്. 8 ബാലന്മാർ, 8 ബാലന്മാർ. ഇത് ബഹുവചന മുദ്രയാണ്. ഈ ബഹുവചന മുദ്ര എന്തിനോട് ചേർത്താലും അത് ബഹുവചനമായി മാറും. അപ്പൊ ഇവിടെ 8 ബാലന്മാർ ഈ വണ്ണം, ദാ ഇതുപോലെ, ദാ ഇത് പോലെ, ഇതാണ് പോലെ എന്നുള്ള മുദ്ര. ഇതുപോലെ പെട്ടുപോയി, മരിക്കുക, ഇതാണ് മരണം എന്നുള്ള മുദ്ര. പെട്ടുപോയി, മമ മക്കൾ, എന്റെ മക്കൾ. ഞാൻ നേരത്തെ ഇത് തന്നെ പറഞ്ഞതാണ്, പുത്രൻ എന്നുള്ള മുദ്ര. ഇതാണ് പുത്രൻ, കർത്തരിമുഖവും. പെട്ടുപോയി, മമ മക്കൾ, ഇത് ബഹുവചനാണ്. മമ മക്കൾ ദൃഷ്ടതര രാജദോഷാണ്, പ്രകടമായി തന്നെ, വളരെ പ്രകടമായി തന്നെയുള്ള രാജദോഷം കൊണ്ട്, രാജാവിന്റെ ദോഷം കൊണ്ട്. ഇവിടെ രാജാവായിട്ടുള്ള ശ്രീകൃഷ്ണനെ ഇവിടെ കുറ്റപ്പെടുത്തുകയാണ്. രാജദോഷാൽ നന്ദന ശിവശിവ. ശ്രീകൃഷ്ണനെ അത്യന്തം ദുഃഖത്തിന്റെ തീവ്രമായ അവസ്ഥ കൊണ്ട് വീണ്ടും വീണ്ടും കൃഷ്ണനെ കുറ്റപ്പെടുത്തി ഈ ബ്രാഹ്മണൻ സംസാരിക്കുകയാണ്. അതാണ് അടുത്തത്. 16 സഹസ്രങ്ങളിലും അധിക താരങ്ങളെയും പരിചോടവർ മക്കളെയും ഹിതമറിഞ്ഞു ഭരിക്കുന്നുള്ളൊരു അധികാരഭാരമേറും മധുവൈരിക്ക് ദ്വിജരക്ഷയ്ക്കോ അവസരം എന്നാണ് പിന്നീട് പറയുന്നത്. 16 സഹസ്രങ്ങളിലും, ഇതാണ് 10. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 10, ഇത് 10, ഇത് 6, 16 സഹസ്രം. ഇത് ബഹുവചനം. സഹസ്രങ്ങളിലും, ഇൽ എന്നുള്ള മുദ്രയാണ്. ഇൽ, സഹസ്രങ്ങളിലും അധികം, ഇതാണ് അധികം. ഈ അധികം എന്നുള്ള മുദ്ര എപ്പോഴും വലത് കൈ കൊണ്ടേ കാണിക്കും. ഈ ഇപ്പോൾ എന്നുള്ള മുദ്ര എപ്പോഴും ഇടത് കൈ കൊണ്ട് കാണിക്കുന്ന പോലെ ഇതെപ്പോഴും വലത് കൈ കൊണ്ടേ കാണിക്കുള്ളൂ. അധിക ദാരങ്ങളെയും ഭാര്യമാരെയും പരിചോട് അവർ മക്കളെയും, പരിചോട് അവർ അവരുടെ മക്കളെയും, വീണ്ടും മകൻ എന്നുള്ള മുദ്ര, മക്കളെയും ഹിതമറിഞ്ഞ്, അവരുടെയൊക്കെ താല്പര്യം അറിഞ്ഞ്. ഇതാണ് താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടം എന്നുള്ള മുദ്ര. ഹിതം അറിഞ്ഞ്, ഇതാണ് അറിയുക എന്നുള്ള മുദ്ര. അപ്പൊ ഹിതം അറിഞ്ഞ് ഭരിക്കുന്നുള്ളോർ,
അവിടെ അരങ്ങിൽ ഈ നടൻ ഇത് കൂടുതൽ അവിടെ പോയി എന്താ വേണ്ടത്? ഓ, വസ്ത്രം വേണോ? തന്നു. എന്താ വേണ്ടത്? ഭക്ഷണം വേണോ? കൊടുത്തു. എന്താ വേണ്ടത്? ആഭരണം വേണോ? അത് കൊടുത്തു. എന്നിങ്ങനെ ഹിതം അറിഞ്ഞ് ഭരിക്കുന്ന അധികാരഭാരമേഴും. ഇതാണ് അധികാരം എന്നുള്ള മുദ്ര. അധികാര ഭാരം ഏറും വർദ്ധിച്ച മധുവൈരിക്ക് ഇദ്ദേഹം ഈ മധുവൈരിക്ക് ഈ കൃഷ്ണന് എന്നിങ്ങനെ, കാരണം ഈ ബ്രാഹ്മണൻ കുട്ടിയെയും കൊണ്ട് കൃഷ്ണന്റെ അടുത്ത് ചെല്ലുമ്പോ കൃഷ്ണൻ അങ്ങോട്ട് നോക്കാതെ തിരിഞ്ഞിരിക്കാം. അല്ലെങ്കിൽ കൃഷ്ണൻ അവിടെ ഇരിക്കുന്ന മറ്റുള്ള ആൾക്കാരോട് എപ്പോഴാ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാണ് കൃഷ്ണൻ അവിടെ ഇരിക്കുന്നത്. കാരണം കൃഷ്ണൻ ഈ ബ്രാഹ്മണനോട് പ്രതികരിക്കുന്നില്ല, ബ്രാഹ്മണൻ പറയുന്നതൊന്നും കേൾക്കുന്നതായി നടിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ മധുവൈരിക്ക് ഈ ദ്വിജന്റെ രക്ഷയ്ക്കാണോ അവസരം? അതായത് ഈ ദ്വിജന്റെ രക്ഷയ്ക്ക് ഈ മധുവൈരിക്ക് അവസരമില്ല എന്നാണ് പറയുന്നത്. ശിവശിവ, ഇതാണ് ആ പദം. ഇങ്ങനെ കരയുന്ന ഈ ബ്രാഹ്മണന്റെ പദത്തിന് ശേഷം ഈ കരച്ചിൽ കേട്ടിട്ട് അർജുനൻ, അവിടെ ഇരിക്കുന്ന അർജുനൻ, വളരെ നാളുകൾക്ക് ശേഷം ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി ദ്വാരകയിലെത്തി സഭയിലിരിക്കുന്ന അർജുനൻ ഈ ബ്രാഹ്മണന്റെ ദുഃഖം കണ്ടിട്ട്, ഇനി ക്ഷത്രിയനായിട്ടുള്ള ഞാൻ ഇത് കണ്ട് സഹിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്ന് ഈ ബ്രാഹ്മണന് സത്യം ചെയ്തു കൊടുക്കുന്നതാണ് അവിടുത്തെ അടുത്ത തുടർന്നുള്ള കഥാഭാഗം. അത് കണ്ടിട്ട് ശ്രീകൃഷ്ണൻ സന്തോഷിക്കുന്നു. ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് സന്തോഷിക്കുന്നു. അടുത്ത പദവുമായി പിന്നീട് കാണാം. മുദ്രാവാങ്മയത്തിന്റെ അടുത്ത ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോൾ നിർത്തുന്നു. നമസ്കാരം.